നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. താനൊരു നല്ല ഫ്രണ്ടായിട്ട് ഇവിടെ ജീവിക്കണം. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും താൻ നോർമലായി കഴിഞ്ഞ് തനിക്കിവിടുന്ന് പോവാം. ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചാൽ എന്നോട് ദേഷ്യപ്പെടോ? എന്താ? എന്റെ കുഞ്ഞിനെ കാണാൻ എന്നൊന്ന് അനുവദിക്കോ? തന്റെ കുഞ്ഞോ? ക്ഷമിക്കണം, അറിയാതെ ചോദിച്ചു പോയതാ. ഇനി മേലാൽ ചോദിക്കില്ല. കുഞ്ഞിനെ ഇവിടെ എല്ലാരും സ്നേഹിക്കുന്നുണ്ട്, ലാളിക്കുന്നുമുണ്ട്. അതുപോലെ തനിക്ക് കുഞ്ഞിനെ കാണാം, എടുക്കാം. വരൂ, ഞാൻ കുട്ടിയെ കാണിക്കാം. മീനാക്ഷിയോട് പറയുകയും ചെയ്യാം. വാ. അല്ല, ഞാൻ പുറത്തേക്ക് വരാനല്ലേ പറഞ്ഞത്? വാ. നോക്കട്ടെ. അയ്യോ, അമ്മയുടെ കുഞ്ഞോ, പൊട്ടിടണ്ടേ? സുന്ദരിയായി. ഓ, മോളെ ഒരുക്കി കഴിഞ്ഞു മീനാക്ഷി? കഴിഞ്ഞു. വൈകമോളെ വല്ലപ്പോഴും ഒന്ന് കാണാനും ഒന്ന് എടുക്കാനും ഒക്കെ മൈഥിലിയും കൂടി അനുവദിക്കണം. മൈഥിലി ഇപ്പോ നമ്മുടെ ഗസ്റ്റ് അല്ലേ? മോളെ ഒന്നേ മൈഥിലി. എന്റെ പൊന്നുമോള്, അമ്മയുടെ പൊന്നുമോള്. മോളെ, അരുത്. കുഞ്ഞിനെ അങ്ങനൊന്നും ചെയ്യരുത്. സ്നേഹം കൊണ്ട് ലാളിക്കുന്നതല്ലേ മീനാക്ഷി? അത് ഇവരുടെ മനസ്സിനൊരു ആശ്വാസമാവുമെങ്കിൽ ആയിക്കോട്ടെ. അച്ഛനോട് ടാറ്റ പറയട മുത്ത്, പറയ്. അച്ഛാ, അച്ഛനെ ഓഫീസിൽ പോവാ. കൈവീശി ടാറ്റ പറഞ്ഞേ. ടാറ്റ.
ദേ അച്ഛൻ പോവാ. ദേ നോക്കിയേ വാവേ. ദേ 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 നോക്കിയേ വാവേ, അച്ഛന്റെ കാറ് പോയി. കൊത്തി കൊത്തി ദേ മുറത്തേ കയറി കൊത്താൻ തുടങ്ങി. ഡി ഓടിച്ചെന്നാ കുഞ്ഞിനെ ഇങ്ങ് പിടിച്ച് മേടിക്കടി. ഇല്ലെങ്കിലേ ആ കുഞ്ഞിനെ കൂടി എണ്ണം കെട്ടവള് കൊല്ലും. ഇവളെന്താ തെക്കാരുമായി കാണിക്കുന്നേ? ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ. ചെന്ന് മേടിക്കടി. മൈഥിലി എന്റെ കുഞ്ഞിനെ താ. കുഞ്ഞിനെ തരാൻ. കുഞ്ഞിനെ താ. ഓ ഇതിന് ഒട്ടകത്തിന് ഇടം കൊടുത്തതുപോലെ ആയല്ലോ. കീടനാശിനി വിഴുങ്ങി വടിയാകാൻ പോയപ്പോ മനസ്സലിവ് തോന്നി എന്റെ മകൻ അഭയം കൊടുത്തു. അഭയം കൊടുത്തപ്പോഴേ അവളിവിടെ പണി തുടങ്ങി. നിന്നോട് ആര് പറഞ്ഞു കുഞ്ഞിനെ എടുക്കാൻ? ചോദിച്ച കേട്ടില്ലേടി? നിന്റെ ചെവിയിൽ എന്താ പഞ്ഞി തിരിയിട്ടുണ്ടോ? കാർത്തി പറഞ്ഞിട്ടാ കുഞ്ഞിനെ എടുത്തത്. കാർത്തിയും മൂർത്തിയൊക്കെ അങ്ങനെ പലതും പറയും. പക്ഷേ നീ ആ ആർത്തി ഇവിടെ കാണിക്കണ്ട. എന്റെ മകനെ അലിവ് ഇത്തിരി കൂടുതലാ. കരുണാമയനായൊരു കരുണാകരൻ. ദേ അവൻ കരുണ കാണിച്ചു വെച്ച് അതൊന്നും ഞങ്ങളുടെ മുമ്പിൽ ചെലവാവത്തില്ല. തല്ലി പല്ലെടുക്കും ഞാൻ. ദേ മേല എന്റെ കുഞ്ഞിനെ നിങ്ങൾ എടുത്തു പോവരുത്. പ്രസവിച്ചതിന്റെ കണക്കും പറഞ്ഞു വന്നാ നീ വിവരം അറിയും. പ്രസവിച്ച ഏത് കണക്ക്? ഓഡിറ്റോറിയത്തിൽ ഒരു മുറിയിൽ ഒരു മൂലയിൽ ഈ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു പോയ ഇവൾ അതിനർഹയാണോ? എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്ന് വെച്ച് ഞാൻ അമ്മയല്ലാതാവോ ദേവമ്മ? നീ അമ്മയല്ല, ഒരു മനുഷ്യ സ്ത്രീ പോലും അല്ല. അമ്മ എന്ന വികാരം എന്താന്ന് നിനക്കറിയോ? അമ്മ എന്താണെന്ന് ദേവമ്മയ്ക്ക് അറിയില്ല. കാരണം ദേവമ്മ ഒരു അമ്മയല്ലല്ലോ. നിങ്ങൾ പ്രസവിച്ചിട്ടില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.